ഇവിടെ മെയിൻലി സ്റ്റുഡൻസ് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ജോബ്സ് കാര്യങ്ങൾ കിട്ടാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിൽ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK വരുന്നവർക്കും UK വന്നിട്ട് ഇപ്പോൾ ജോബൊന്നും ആവാത്തവർക്കും ഏറ്റവും കൂടുതൽ ജോബ് സാധ്യതകളുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സിറ്റീസ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വീഡിയോയിൽ. അപ്പോൾ ഏറ്റവും 10ാം സ്ഥാനം മുതൽ 1ാം സ്ഥാനം വരെ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ChatGPT ആണ് യൂസ് ചെയ്തത്. ഫസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് കൊവൻട്രി ആണ്. കൊവൻട്രിയിലാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള ഒരു ഏരിയ ആണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ റെന്റ് ആണ്, അവിടുത്തെ റെന്റും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ്. റീറ്റെയിൽ ആൻഡ് ലോജിസ്റ്റിക്സ് മേഖലയിൽ നല്ല രീതിയിൽ തന്നെ ജോബ് ഓപ്പണിങ്സ് ഉള്ള ഒരു ഭാഗം കൂടിയാണ് കോവൻട്രി എന്ന് പറയുന്നത്. 9ാം സ്ഥാനത്തായിട്ടുള്ളത് ബ്രിസ്റ്റൾ ആണ്. ബ്രിസ്റ്റളില് നല്ല രീതിയിൽ തന്നെ ആർട്സ്, റീറ്റെയിൽ എന്നീ മേഖലയിലൊക്കെ കഫേ എന്നീ മേഖലയിലൊക്കെ നല്ല രീതിയിൽ പാർട്ട് ടൈം ജോബ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ടെക് അഡ്മിൻ റോൾസ് ഒക്കെ, അതായത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ടെക് റോൾസിലും അഡ്മിൻ റോൾസിലൊക്കെ നല്ല രീതിയിൽ ജോബ് ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ബ്രിസ്റ്റൾ എന്ന് പറയുന്നത്. 8ാമതായിട്ട് ഷെഫീൽഡ് ആണുള്ളത്. അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹോസ്പിറ്റാലിറ്റി ജോബുകളും യൂണിവേഴ്സിറ്റിയിലുള്ള ജോബുകളും അന്വേഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് പറയുകയാണെങ്കിൽ വളരെയധികം ലോ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഷെഫീൽഡ്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു കോമ്പാക്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. 7ാം സ്ഥാനത്തായിട്ടുള്ളത് നോട്ടിംഗ്ഹാം ആണ്. 2 യൂണിവേഴ്സിറ്റി ഉള്ള ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സ്റ്റുഡൻസിനുള്ള പാർട്ട് ടൈമും കാര്യങ്ങളും അതേപോലെ തന്നെ റെന്റും കാര്യങ്ങളൊക്കെ വളരെയധികം ചുരുങ്ങിയതാണ്. റെന്റ് ചുരുങ്ങിയ ഒരു ജീവിതമായിരിക്കും അവിടെ. പിന്നെ അതേപോലെ തന്നെ നല്ല സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കൂടി അവിടെ കിട്ടുന്നതാണ്. അടുത്ത സിറ്റി പറയുന്നതിന് മുമ്പ് UK വരാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ UK വന്നവരാണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻസ് യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്തോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ലൊക്കേഷനിലായിട്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള അക്കോമഡേഷനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആംബർ എന്നാണ് ഇവരുടെ പേര്. ആംബർ സ്റ്റുഡന്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അക്കോമഡേഷനും കാര്യങ്ങളും നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള അക്കോമഡേഷനും കാര്യങ്ങളും കണ്ടെത്താവുന്നതാണ്. അതേപോലെ തന്നെ 24/7 ഇവരുടെ സർവീസും കാര്യങ്ങളും കസ്റ്റമർ സർവീസും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ബിൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്, ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പറയാനുള്ളത് 6ാം സ്ഥാനത്തും 5ാം സ്ഥാനത്തും ആയിട്ടുള്ളത് സ്കോട്ട്ലാൻഡിലെ മെയിൻ സിറ്റീസ് ആണ്. 6ാമതായിട്ട് പറയാനുള്ളത് ഗ്ലാസ്ഗോ ആണ്. ഗ്ലാസ്ഗോയിലാണെന്നുണ്ടെങ്കിൽ ലോവർ കോസ്റ്റ് ഓഫ് ലിവിങ്ങും പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഗ്രോയിങ് എക്കണോമിയും കൂടിയാണ്. അതുകൊണ്ട് സ്റ്റുഡൻസിന് നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് മനസ്സിലാക്കാവുന്നതാണ്. 5ാം സ്ഥാനത്തുള്ള സ്കോട്ട്ലാൻഡിലെ സിറ്റിയാണ് എഡിൻബർഗ്. സ്കോട്ട്ലാൻഡിന്റെ മെയിൻ അതായത് ക്യാപിറ്റൽ സിറ്റിയാണ് അല്ലെങ്കിൽ എഡിൻബർഗ് എന്ന് പറയുന്ന സ്ഥലം. മെയിൻലി ഇതൊരു ടൂറിസ്റ്റ് സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സീസണൽ ജോബുകളും അതായത് ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ കഫേ, മ്യൂസിയംസ്, ഫെസ്റ്റിവൽസ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ സീസണൽ ജോബ്സ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ഒരു സിറ്റി കൂടിയാണ് എഡിൻബർഗ്. 4ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സിറ്റി ലീഡ്സ് ആണ്. ലീഡ്സിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റാലിറ്റി ജോബ്സ് അതേപോലെ തന്നെ കസ്റ്റമർ സർവീസ് ജോബ്സ്, ഓൺ ക്യാമ്പസ് ജോബ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണെന്നുണ്ടെങ്കിലും റീസണബിൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ലീഡ്സ്. ഇനി 3rd ബെസ്റ്റ് സിറ്റി ടു ഗെറ്റ് പാർട്ട് ടൈം ജോബ്സ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അത് ബെർമിംഗ്ഹാം ആണ് വരുന്നത്. അത് 2nd ലാർജസ്റ്റ് സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് രീതിയിലുള്ള ജോബുകളും കാര്യങ്ങളും കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളതാണ് ബെർമിംഗ്ഹാമിൽ. റീറ്റെയിൽ, ഫുഡ്, ഓഫീസ് ജോബ്സ്, യൂണിവേഴ്സിറ്റി ജോബ്സ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ബെർമിംഗ്ഹാം വരുന്നത്. അഫോർഡബിൾ അക്കോമഡേഷനും കൂടിയാണ് ബെർമിംഗ്ഹാമിലേത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതായിട്ടുള്ളത് മാഞ്ചസ്റ്റർ ആണ്. മാഞ്ചസ്റ്റർ 2nd സിറ്റി, അതായത് ഏറ്റവും കൂടുതൽ ജോബ് കിട്ടാൻ ചാൻസ് ഉള്ള 2ാമത്തെ സിറ്റിയാണ് മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത്. മാഞ്ചസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഷോപ്സിലും റെസ്റ്റോറന്റുകളിലും ക്യാമ്പസിലും ഒക്കെ നിങ്ങൾക്ക് ജോബുകളും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
ലണ്ടനിലേതുപോലെ തന്നെ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണെന്നുണ്ടെങ്കിലും റെന്റും കാര്യങ്ങളൊക്കെ അവിടെ ലണ്ടനിലേക്കാളും കുറവും കൂടിയാണ് മാഞ്ചസ്റ്ററിലുള്ളത്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ലാർജ് സ്റ്റുഡന്റ് പോപ്പുലേഷൻ ഉള്ളൊരു സിറ്റി കൂടിയാണ്. ഇനി ഏറ്റവും കൂടുതൽ ജോബ് കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സിറ്റിയാണ്, UK സിറ്റിയാണ് പറയാൻ പോകുന്നത്. അത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വൺ ആൻഡ് ഓൺലി ലണ്ടൻ ആണ്. ലണ്ടനിലെ ജോബും കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. ഒരുപാട് മേഖലയിൽ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. ട്യൂട്ടറിങ്, അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡുകളിൽ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ജോബുകൾ കിട്ടും. അതേപോലെ തന്നെ ഹയർ പേയും കൂടിയുള്ള ഒരു സ്ഥലം കൂടിയാണ് ലണ്ടൻ എന്ന് പറയുന്നത്. അപ്പൊ UK ഏറ്റവും കൂടുതൽ പേയ്മെന്റും ഏകദേശം ലണ്ടനിൽ തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 1 to 2 സോണുകളിലൊക്കെ ലണ്ടൻ 1, 2 സോണിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഹയർ പേ കൂടി കിട്ടുന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു അതർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ എന്ന് പറയുമ്പോൾ ഭയങ്കര കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. അതേപോലെ തന്നെ 2025 മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ഇൻ ദ വേൾഡ് ആണ് ലണ്ടൻ ആയിട്ട് അറിയപ്പെടുന്നത്. അതായത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും കൂടുതൽ ചെലവേറിയൊരു നഗരം കൂടിയാണ് ലണ്ടൻ. അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. പിന്നെ ഇനി ജോബ്സ് കാര്യങ്ങൾ കിട്ടാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ, ഇൻഡീഡ്, അതേപോലെ തന്നെ സ്റ്റുഡൻസിനായിട്ടുള്ള ജോബ് കുറെ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിവിടെ സ്ക്രീനിൽ കാണിക്കാം. അത് പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ജോബ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും കരിയറിന്റെയും എംപ്ലോയ്മെന്റിന്റെയും സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ UK ഫോർമാറ്റിലോട്ട് CVയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ UK ഫോർമാറ്റിലുള്ള CV ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇവിടെ കൂടുതൽ പ്രിഫറൻസ് ഉണ്ടാവുക. അപ്പൊ അതും കൂടെ മനസ്സിലാക്കണം. ഇവിടെ മെയിൻലി സ്റ്റുഡൻസ് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് ജോബ്സ്, ബാരിസ്റ്റ, അതേപോലെ തന്നെ നാട്ടിൽ നിന്നൊക്കെ കോഫി അടിക്കാനുള്ള ബാരിസ്റ്റ കോഴ്സുകളോ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കെയർ അസിസ്റ്റന്റ് ജോലികൾ, ട്യൂട്ടറിങ് ജോബ്സ് അതായത് സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്ത് വന്നവരാണെന്നുണ്ടെങ്കിൽ, സ്കൂളുകളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് സ്കൂളുകളിലൊക്കെ ജോബ് അന്വേഷിക്കാവുന്നതാണ്, നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്റെ ഫീൽഡ് ഒരു സൈക്കോളജി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് മെന്റൽ ഹെൽത്ത് ഫീൽഡിലുള്ള, അതായത് മെന്റൽ ഹോസ്പിറ്റലുകളിൽ, ഡി അഡിക്ഷൻ സെന്ററുകളിൽ, അതേപോലെ തന്നെ സ്കൂളുകളിലൊക്കെ നമുക്ക് സപ്പോർട്ട് വർക്കറായിട്ടും അതേപോലെ തന്നെ പല രീതിയിലുള്ള ജോബുകളും അവിടെയൊക്കെ കിട്ടാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുക. UK ഇനി കയറി വരുന്നവരാണെന്നുണ്ടെങ്കിലും പുതുതായി വന്നവരാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടിരിക്കുന്നു മനസ്സിലാവുന്നു. അതേപോലെ തന്നെ ഇനി വരുന്നവരോ നിങ്ങളുടെ ഫ്രണ്ട്സോ എല്ലാവർക്കും ഷെയറും ചെയ്തു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.